CNN കെമിസ്ട്രി ചാനലിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയ ചാപ്റ്ററായ ജലം, വാട്ടർ അല്ലേ, അതാണ് നോക്കുന്നത്. ഓക്കെ, ജലം എന്താണ് ജലത്തിൻ്റെ പ്രത്യേകതകൾ, അതൊക്കെ നമ്മൾക്ക് സ്ഥിരപരിചിതമായ ഒരു വസ്തു എന്ന നിലയിൽ ജലത്തിനെ നമുക്ക് പരിചിതമാണ് അല്ലേ. അപ്പോൾ ഇനി ജലത്തിൻ്റെ ചില സ്വഭാവ വിശേഷങ്ങളെയും അവയുടെ പ്രത്യേകതകളെയും കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിഭവമാണ് ജലം, നാച്ചുറൽ റിസോഴ്സാണ് അല്ലേ. നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ജലം നമ്മൾക്ക് ലഭിക്കാറുള്ളത്? പ്രധാനമായിട്ടും മഴവെള്ളമാണ് നമ്മൾക്ക് കിട്ടുന്നത് അല്ലേ. മഴവെള്ളം ഭൂമിയുടെ അടിയിൽ സംഭരിക്കുന്നു. അതിൽ നിന്ന് നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മളെടുക്കും? കുളം, കിണർ, പിന്നെ പുഴകളുണ്ട്, അരുവികളുണ്ട്, തടാകങ്ങളുണ്ട്, അതുപോലെ തന്നെ കടലുകൾ അല്ലേ. അപ്പോൾ ഇവയിൽ നിന്നൊക്കെ നമ്മുടെ ജലസ്രോതസ്സുകളാണ്. ഈ ജലത്തിൽ തന്നെ വ്യത്യസ്ത തരം ജലങ്ങളുണ്ട്. ശുദ്ധജലം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. നമുക്ക് കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ജലമുണ്ട്. ലവണങ്ങളടങ്ങിയ ജലങ്ങളുണ്ട്. അപ്പോൾ ലവണങ്ങളൊക്കെ അടങ്ങണമെങ്കിൽ ആ ജലത്തിന് എന്തൊക്കെയോ ഒരു പ്രത്യേകതകളുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ജലത്തിന് നമ്മളൊരു പേര് പറയാറുണ്ട്. എന്താണ് ജലത്തിന് പറയുന്നത്? പേര് പറയുന്നത് യൂണിവേഴ്സൽ സോൾവെൻ്റ്, സാർവിക ലായകം അല്ലേ. അപ്പോൾ പ്രകൃതിയിലെ ഒട്ടുമിക്ക വസ്തുക്കളെയും അലിയിക്കാനുള്ള കഴിവുള്ളതാണ് ജലം എന്ന് പറയുന്നത്. അപ്പോൾ ജലത്തിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്കറിയാം. അതുപോലെ തന്നെ ജലത്തിൻ്റെ ഉപയോഗങ്ങൾ, നമ്മൾ കുടിക്കാൻ, കുളിക്കാൻ, അലക്കാൻ, വാഹനങ്ങൾക്ക് കഴുകാനായിട്ട്, അല്ലെങ്കിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അവിടെ റേഡിയേറ്ററിലൊക്കെ നമ്മൾ വെള്ളം ഉപയോഗിക്കാറുണ്ട്. മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക്, അങ്ങനെ ജീവജാലങ്ങൾക്ക് അല്ലേ, ചെടികൾക്ക്, എല്ലാത്തിനും എന്ത് വേണം? ജലം അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ കൃഷി, വ്യവസായം, ഊർജ്ജോൽപാദനം അല്ലേ, നമുക്ക് കറണ്ടൊക്കെ കിട്ടുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ എന്തുപയോഗിച്ചിട്ടാണ്? വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറണ്ടൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ ഒരുപാട് ആവശ്യങ്ങൾ നമ്മൾക്ക് ജലം കൊണ്ടുണ്ട്. ജലത്തിന് ഒരുപാട് പ്രത്യേകതകളുമുണ്ട് അല്ലേ. അപ്പോൾ അവയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു വസ്തുവിൻ്റെ വ്യത്യസ്തമായ സ്റ്റേറ്റുകളെക്കുറിച്ച് അല്ലേ. 3 സ്റ്റേറ്റുകളാണ് നമ്മൾ ഓൾറെഡി പഠിക്കുന്നത്. ഏതൊക്കെയാണ് സ്റ്റേറ്റുകൾ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലേ. അങ്ങനെ ആ 3 അവസ്ഥകളെയും കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 3 അവസ്ഥകളിലും നമ്മൾ കാണുന്നത് എന്തിലാണ്? ജലത്തിൽ അല്ലേ. ജലത്തിൻ്റെ സോളിഡ് സ്റ്റേറ്റ് ഏതാണ്? ഐസ്. അത് ലിക്വിഡ് ആകുമ്പോൾ, ദ്രാവകമാകുമ്പോൾ വെള്ളം അല്ലേ, സാധാരണ ജലം. അതിനി ഗ്യാസ് ആകുമ്പോൾ, വാതകമാകുമ്പോൾ ഏതാണ്? നീരാവി അഥവാ വാട്ടർ വേപ്പ് അല്ലേ. അപ്പോൾ ഇവയെക്കുറിച്ചെല്ലാം നമ്മൾക്ക് നല്ല ധാരണകളുണ്ട്. ഇനി അടുത്തതായി ജലത്തിൻ്റെ തിളനില, ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത് അല്ലേ. അതിൽ ഫസ്റ്റ് ക്യാരക്ടറിക്കായിട്ട് നമ്മൾ പഠിക്കുന്നത് തിളനില അഥവാ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ജലം തിളയ്ക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അടുക്കളയിലൊന്നും ഇടയ്ക്ക് കയറി നോക്കിയിട്ടുള്ള ഏതൊരു കുട്ടിയും കാണുന്നതാണ് ജലം തിളയ്ക്കുന്നത്. അത് നമ്മളിവിടെ ഒരു പരീക്ഷണ രൂപത്തിൽ എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എടുക്കുന്നു, അതിനെ നമ്മൾ ചൂടാക്കുന്നു, അതിലേക്ക് നമ്മളൊരു തെർമോമീറ്റർ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ചൂടാക്കുക. അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ ടു ദ ടെമ്പറേച്ചർ? താപനിലയ്ക്ക് എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. തെർമോമീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ്. അതങ്ങനെ കൂടിക്കൂടി കുറച്ച് കഴിയുമ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിൽപ്പുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ പിന്നീട് അത് ഇൻക്രീസ് ചെയ്യുന്നില്ല. ഒരു നിശ്ചിത താപനിലയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആ ടെമ്പറേച്ചറിന് ഒരു മാറ്റവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഹീറ്റിന് അവിടെ ഒരു കുറവില്ല, നമ്മൾ ചൂടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ എന്ത് സംഭവിക്കുന്നില്ല? തെർമോമീറ്ററിൽ റീഡിങ്ങിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. വാട്ട് മേ ബി ദ റീസൺ? എന്തായിരിക്കാം അങ്ങനെ മാറാതിരിക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന ഊർജ്ജം അവിടെ വേസ്റ്റ് ആവുന്നുണ്ടോ? വേസ്റ്റ് ആവണില്ല. അപ്പം അത് പക്ഷേ എന്ത് സംഭവിക്കുന്നുണ്ട്? വെള്ളം തിളയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ടായിരിക്കും. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ, ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാട്ടർ എന്തായിട്ട് മാറുന്നു? വാട്ടർ വേപ്പറായിട്ട് മാറുന്നു. എന്ന് വെച്ചാൽ അത് ലിക്വിഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും
ഗ്യാസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്കുള്ള കൺവേർഷനാണ്. എന്ന് വെച്ചാൽ ദ്രാവക അവസ്ഥയിൽ നിന്നും വാതക അവസ്ഥയിലേക്ക് ഒരു അവസ്ഥാ പരിവർത്തനം, ഒരു സ്റ്റേറ്റിൻ്റെ ചേഞ്ച് അവിടെ നടക്കുന്നു, അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് അല്ലേ. അഥവാ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് അത് സോളിഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറ്റുന്നു. എന്താണ് നമ്മൾ അവിടെ കൊടുത്ത എനർജി? ഹീറ്റ് എനർജിയാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് അവിടെ വെറുതെ ആയിട്ട് പോകുന്നില്ല. അപ്പം എന്തിനു വേണ്ടിയിട്ട് അവിടെ ഉപയോഗപ്പെടുത്തുന്നു ആ ഹീറ്റ് എന്ന് പറയുന്നത്? ലിക്വിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിന്നും സോളിഡ് സ്റ്റേറ്റിലേക്കുള്ള ഒരു കൺവേർഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്ത ഹീറ്റ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഒരു ജോലിയല്ലേ അവിടെ ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഹീറ്റ് കൊടുത്തപ്പോൾ, ചൂടാക്കിയപ്പോൾ അതിൻ്റെ എന്ത് സംഭവിച്ചു? അത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് വന്നു അല്ലേ. അപ്പോൾ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ, ഒരു മാക്സിമം ടെമ്പറേച്ചറിലേക്ക് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നീട് ടെമ്പറേച്ചറിന് ഒരു മാറ്റം വരുന്നില്ല. പക്ഷേ ആ എനർജി എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി? ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്കുള്ള കൺവേർഷന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി. അപ്പോൾ ഈ ഒരു ചോദ്യം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയതിനു ശേഷവും നമ്മൾ അപ്ലൈ ചെയ്ത ഹീറ്റിന് എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നില്ല? അപ്പോൾ ഇൻക്രീസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഒരു ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് അതിനെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക്, വാതകാവസ്ഥയിലേക്ക് മാറ്റാൻ, കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ അപ്ലൈ ചെയ്ത ആ ഹീറ്റ് എനർജി ഉപയോഗപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ടെമ്പറേച്ചറിന് ഒരു മാറ്റവും സംഭവിക്കാത്തത്. അപ്പോൾ ഒരു സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ നമ്മളവിടെ വേറെ ഒരു പ്രഷറിനൊന്നും ഒരു ചേഞ്ചസ് വരുത്തിയിട്ടില്ല. അങ്ങനെയുള്ള മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കാനെടുക്കുന്ന താപനില, ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യുന്ന ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ചൂടാക്കുമ്പോൾ അത് ബോയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ, ആ ബോയിൽ ചെയ്യാൻ തുടങ്ങുന്ന ടെമ്പറേച്ചറാണ് നമ്മളുടെ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ഡിഗ്രിയാണ്. കാരണം 100 ഡിഗ്രിയിൽ എത്തിയപ്പോഴാണ് അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്തത്? വാട്ടർ വേപ്പറായിട്ട് അല്ലേ. ജലം നീരാവിയായിട്ട് മാറുന്ന ആ താപനില, അതാണ് ഇവിടുത്തെ ജലത്തിൻ്റെ താപനില അഥവാ ബോയിലിംഗ് പോയിന്റ്, തിളനില എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജലത്തിൻ്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 100 ഡിഗ്രിയിൽ എത്തുന്ന സമയത്ത് ജലം നീരാവിയായിട്ട് മാറുന്നു. എന്ന് വെച്ചാൽ വാട്ടർ ചേഞ്ചസ് ഇൻ ടു വാട്ടർ വേപ്പർ. എന്ന് വെച്ചാൽ ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് ഒരു കൺവേർഷൻ, എന്ന് വെച്ചാൽ ദ്രാവകത്തിൽ നിന്ന് വാതകത്തിലേക്കുള്ള ഒരു മാറ്റം. ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തിളനില അഥവാ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. വാട്ടർ ആയതുകൊണ്ട് വാട്ടറിനെ നമ്മൾ പറയുന്നു. അപ്പോൾ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ. അപ്പോൾ അതിനിടയിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. തിളയ്ക്കാൻ തുടങ്ങിയാൽ താപം വീണ്ടും കൊടുത്താലും അതിൻ്റെ താപനില ഉയരാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. അത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഉത്തരം അതിൻ്റെ തൊട്ട് താഴെയുള്ള പാരഗ്രാഫിലുണ്ട്. ജലം തിളച്ചു തുടങ്ങുന്നത് മുതൽ എന്ന് പറയുന്നതല്ലേ, അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. Once water starts boiling, the temperature will not change because all the heat supplied is utilized for the change of state. അപ്പം നമ്മൾ സപ്ലൈ ചെയ്യുന്ന, നമ്മൾ കൊടുക്കുന്ന ആ ഹീറ്റ് എനർജി മുഴുവനും എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നു? ഫോർ ദി ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിനെ മാറ്റാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. Hence, all the excess heat supplied will be contained in the steam at the same temperature. അപ്പോൾ ആ 100 ഡിഗ്രിയിൽ തന്നെയുള്ള ആ സ്റ്റീമിൻ്റെയും ആ സ്റ്റീമിനകത്ത് എന്തുണ്ടായിരിക്കും? കൂടുതൽ ഹീറ്റ് ഉണ്ടായിരിക്കും. ഹീറ്റ് എനർജി കൂടുതൽ ആ സ്റ്റീമിനകത്ത് ഉണ്ടായിരിക്കും. നമ്മൾ കേട്ടിട്ടുണ്ടാവും തിളച്ച വെള്ളം നമ്മൾ അടുപ്പത്തുനിന്ന് ഒരു മുമ്പ് എന്താ പറയുക, അമ്മ അടുപ്പത്ത് ഭക്ഷണമൊക്കെ പാചകം ചെയ്യുമ്പോൾ മൂടിയൊക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക അല്ലേ. അപ്പം മൂടി തുറക്കുമ്പോൾ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളോടൊന്നും തുറക്കാനൊന്നും സമ്മതിക്കുന്നുണ്ടാവില്ല. അമ്മ പറയും സൂക്ഷിക്കണം, കൈ പൊള്ളൂട്ടാന്ന് പറയും.
അപ്പോൾ സാധാരണ ഒരു ചൂടുള്ള പാത്രത്തിൽ നമ്മൾ തട്ടുമ്പോൾ പൊള്ളുന്നത് പോലെ ആയിരിക്കില്ല ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഞ്ഞിയുടെയോ അല്ലെങ്കിൽ കറികളുടെയോ ഒക്കെ പാത്രം നമ്മൾ മൂടി തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ. കാരണം എന്താണ്? തിളച്ചിരിക്കുകയാണ് അല്ലേ. തിളയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ എന്തായിട്ടുണ്ടാവും? അത് വേപ്പറായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ മൂടി വെച്ചപ്പോൾ അവിടെ എന്ത് നടക്കുന്നുണ്ട്? കണ്ടൻസേഷൻ നടന്ന് അതെന്തായിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കും? വീണ്ടും വാട്ടറായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലേ. അപ്പം മൂടിയിലൊക്കെ അതുണ്ടായിരിക്കും. പിന്നെ തിളച്ചുകൊണ്ടുള്ള തിള അടിയിൽ കൂടെ വേറെ വരുന്നുണ്ടാവും, വാട്ടർ വേപ്പർ വേറെ വരുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ ഈ മൂടി ശരിയായ രീതിയിലല്ല തുറക്കുന്നത് എങ്കിൽ ആ വാട്ടർ വേപ്പർ നമ്മുടെ കയ്യിലേക്ക് തട്ടാനായിട്ട് സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ സ്റ്റീമിൽ നിന്ന് അല്ലെങ്കിൽ നീരാവിയിൽ നിന്ന് വരുന്ന ആ ചൂട് അത് തിളച്ച വെള്ളം വീഴുന്ന ചൂടിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പം രണ്ടിലും നമുക്ക് പൊള്ളലേൽക്കും. തിളച്ച വെള്ളം വീണാലും പൊള്ളലേൽക്കും, നീരാവി തട്ടിയാലും പൊള്ളലേൽക്കും. പക്ഷേ സിവിയർ ആവുക, അത് ഗുരുതരമായ പൊള്ളലായി മാറുന്നത് നീരാവി എടുക്കുമ്പോഴാണ്. കാരണം എന്താണ്? ആ നീരാവി തട്ടുന്ന സമയത്ത് നമ്മൾ ആ തിളച്ചതിന് ശേഷവും വീണ്ടും അവിടെ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ. ആ എക്സസ് ഹീറ്റ് മുഴുവനും എന്തിനകത്തുണ്ട്? ഈ നീരാവിക്കകത്തുണ്ട്. അപ്പൊ ആ നീരാവിയാണ് നമ്മുടെ കയ്യിൽ കൊള്ളുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? അപ്പോൾ നമ്മളിൽ ഏൽക്കുന്ന ആഘാതം അല്ലെങ്കിൽ ആ പൊള്ളൽ എന്ന് പറയുന്നത് ഗുരുതരമാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലാണോ നീരാവി കൊണ്ടുള്ള പൊള്ളലാണോ നമുക്ക് ഏറ്റവും സിവിയർ ആവുന്നത്? തീർച്ചയായിട്ടും നീരാവി കൊണ്ടുള്ള പൊള്ളലാണ്. എന്താണ് അതിന്റെ റീസൺ ചോദിച്ചാൽ എന്താ പറയേണ്ടത്? നമ്മൾ ബോയിൽ ചെയ്തതിന് ശേഷവും നമ്മൾ വീണ്ടും എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്? ഹീറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഹീറ്റ് ഏതിനകത്തുണ്ടായിരിക്കും? ഈ നീരാവിക്കകത്ത്, വാട്ടർ വേപ്പറിനകത്തുണ്ടായിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മളുടെ കൈ കൂടുതലായിട്ട് പൊള്ളാനായിട്ട് കാരണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പലതരത്തിൽ നമുക്കറിയാം ഡിസോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലുള്ളതാണ് വാട്ടറിനെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വീണ്ടും കറിയിലേക്ക് തന്നെ നമ്മൾ എടുക്കാം. ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ നിങ്ങൾ ആൺകുട്ടികളായ സ്ഥിതിക്ക് ഇതൊന്നും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പെൺകുട്ടികളൊക്കെ ആണെങ്കിലാണ് കുറച്ചും കൂടി അടുക്കളയിലോട്ട് പോകാനും അമ്മമാരെ സഹായിക്കാനും ഒക്കെ സാധ്യതകളുള്ളത്. അപ്പം നമ്മൾ ആദ്യം കറി വെക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടല്ല വെക്കുന്നുണ്ടാവും. അല്ലാതെ തിളച്ച ശേഷം മാത്രമേ നമ്മൾ എന്തിടാറുള്ളൂ? ഉപ്പിട്ട് വയ്ക്കുള്ളൂ. എന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർന്ന് കഴിഞ്ഞാൽ, ഉപ്പിട്ടിട്ടാണ് നമ്മൾ ആ വെള്ളം ചൂടാക്കുന്നത് എങ്കിൽ ആ വെള്ളം 100 ഡിഗ്രി കൂടെ കഴിഞ്ഞിട്ടേ നമ്മളത് ചൂടാവുകയുള്ളൂ. കാരണം അവിടെ മറ്റൊരു സോൾട്ട് അല്ലെങ്കിൽ ഒരു ലവണം അവിടെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അല്ലേ. ഉപ്പാണ് ലവണം, അവിടെയുള്ള ഉപ്പ്. ആ ഉപ്പ് അലിഞ്ഞു ചേർന്നത് കൊണ്ട് എന്തായി? അപ്പോൾ കുറച്ചും കൂടെ സമയം കഴിഞ്ഞിട്ടേ അവിടെ അത് ചൂടാവുകയുള്ളൂ. ഓക്കെ. അതേപോലെ തന്നെ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് കുക്കാവണുണ്ടെന്ന് പറയും. എന്തുകൊണ്ടായിരിക്കാം അവിടെ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് പാകം ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അപ്പം നമ്മൾ നോർമൽ കണ്ടീഷനിലാണ് നമ്മുടെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി എന്ന് പറഞ്ഞു. പ്രഷർ കുക്കർ ആ പേരിൽ തന്നെ ഉണ്ട്, എന്ത്? പ്രഷർ ഉണ്ട് അല്ലേ. എന്ന് വെച്ചാൽ കുക്കറിനകത്ത് നമ്മൾ ആ വിസിൽ വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നിന്നുള്ള പ്രഷർ പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല. അതിൻ്റെ ഉള്ളിലാണ് പ്രഷർ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഹൈ പ്രഷർ ആയിരിക്കും ആ കുക്കറിനകത്ത് ഉണ്ടായിരിക്കുക. അപ്പം അവിടെ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും ആ കുക്കറിനകത്തുള്ള പ്രഷർ എന്ന് പറയുന്നത്. അപ്പം പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിനുള്ളിലുള്ള സബ്സ്റ്റൻസിൻ്റെയും ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. അപ്പം പുറത്ത് വെച്ചാൽ 100 ഡിഗ്രിയിൽ തിളയ്ക്കുന്ന വെള്ളം കുക്കറിനകത്ത് 120 ഡിഗ്രീസിൽ മാത്രമേ തിളയ്ക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നു. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ശ്രദ്ധിക്കുക. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ പ്രഷർ കുറയുമ്പോഴോ തീർച്ചയായിട്ടും ബോയിലിംഗ് പോയിന്റും തിളനിലയും കുറവുള്ളതായിരിക്കും. അപ്പോൾ പർവ്വത പ്രദേശങ്ങളിൽ, ഉയർന്ന ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള സ്ഥലങ്ങളിൽ നല്ല തണുപ്പൊക്കെ ഉണ്ടാവും അല്ലേ. അവിടെ എന്താണ്? പ്രഷർ കുറവാണ് അല്ലേ. അപ്പോൾ പ്രഷർ കുറയുന്നതിനനുസരിച്ച് അപ്പോൾ അവിടെ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും?
കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളുടെ നോർമൽ കണ്ടീഷൻസിൽ 100 ഡിഗ്രിയിൽ തിളയ്ക്കുന്ന വെള്ളം പ്രഷർ കുക്കറിനകത്താണെങ്കിൽ ഹൈ പ്രഷർ കൊണ്ട് 120 ഡിഗ്രീസിലേ തിളയ്ക്കുകയുള്ളൂ. ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള ഉയരങ്ങളിലുള്ള സ്ഥലങ്ങളിൽ മർദ്ദം കുറയുന്നത് കൊണ്ട്, പ്രഷർ കുറവുള്ളത് കൊണ്ട് അവിടെ താഴ്ന്ന ഊഷ്മാവിൽ തന്നെ, ലോ ടെമ്പറേച്ചറിൽ തന്നെ അത് ബോയിൽ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ അവിടെ ബോയിലിംഗ് പോയിന്റ് 100-ലും കുറവായിരിക്കും. ഓക്കെ, ഇനി നീരാവിയാവുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇവാപ്പറേറ്റ് ചെയ്തു അല്ലേ, ബാഷ്പീകരിച്ചു. ഈ ബാഷ്പീകരണം സംഭവിക്കണമെങ്കിൽ അത് എന്ന് വെച്ചാൽ ലിക്വിഡ് വേപ്പർ ആവണമെങ്കിൽ, ഗ്യാസ് ആവണമെങ്കിൽ ആ ഇവാപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ബാഷ്പീകരണം എന്ന് പറയുന്നത് 100 ഡിഗ്രിയിൽ എത്തിയാൽ മാത്രമാണോ സംഭവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. 100 ഡിഗ്രിയിൽ മാത്രമാണോ സംഭവിക്കുന്നത്? എങ്ങനെയായിരിക്കും? അല്ല അല്ലേ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തറയൊക്കെ തുടയ്ക്കാറുണ്ട്, തുണി ഉണങ്ങാൻ ഇടാറുണ്ട്. 100 ഡിഗ്രി ചൂടുണ്ടോ നമ്മളുടെ അറ്റ്മോസ്ഫിയറിനകത്ത്? ഇല്ല. പക്ഷേ നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? തുണി ഉണങ്ങുന്നുണ്ട്, പാത്രങ്ങൾ കഴുകിയ അത് ഉണങ്ങുന്നു കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തറ തുടച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങും. അപ്പം അതൊക്കെ എന്താണ് സംഭവിക്കുന്നത്? അവിടെയും ഇവാപ്പറേഷൻ നടക്കുന്നുണ്ട്. അപ്പം ഇവാപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ബാഷ്പീകരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ 100 ഡിഗ്രിയിൽ തന്നെ ആവണം എന്നില്ല നടക്കുന്നത്. ഏത് ഊഷ്മാവിലും അവിടെ ബാഷ്പീകരണം, ഇവാപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. അപ്പൊ നോക്കാം നമുക്ക്. അന്തരീക്ഷ മർദ്ദത്തിൽ 0-നും 100-നും ഇടയിലുള്ള താപനിലകളിൽ ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്നാൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഏത് താപനിലയിലും ജലം ബാഷ്പമായിട്ട് മാറുന്നു. ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവാപ്പറേഷൻ അഥവാ ബാഷ്പീകരണം എന്ന് പറയുന്നത്. അപ്പം ജലം ചൂടാക്കിയാൽ ആഗിരണം ചെയ്യുന്ന താപം താപനില വർദ്ധിപ്പിക്കുന്നതിനും ബാഷ്പീകരണത്തിനും ഉപയോഗിക്കുന്നു. അപ്പോൾ താപനില വർദ്ധിക്കാനായിട്ട്, അതുപോലെ ബാഷ്പീകരണം. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ജലത്തിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി, അതായത് താപധാരിത. താപം കയ്യിൽ പിടിക്കാൻ, അല്ലെങ്കിൽ താപം സൂക്ഷിച്ചു വയ്ക്കാനുള്ള കഴിവ്, അതാണ് താപധാരിത അഥവാ ഹീറ്റ് കപ്പാസിറ്റി. നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ക്ഷീണിച്ചിട്ടാണ് നമ്മൾ ചെല്ലണത് അല്ലേ. അപ്പോൾ നല്ല ചൂട് ചായയാണ് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ അതൊന്ന് ആറ്റി കിട്ടണം അല്ലേ. അപ്പോൾ ചൂടാറാനായിട്ട്, പെട്ടെന്ന് ചൂടാറാൻ അമ്മ എന്താ ചെയ്യാറ്? വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഈ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഏത് ടംബ്ലറിലോ എന്താ എടുക്കണേന്ന് വെച്ചാൽ അതൊന്ന് അതിലേക്ക് ഇറക്കി വയ്ക്കും അല്ലേ. വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അത് തണുത്ത് കിട്ടും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പം എന്തുകൊണ്ടായിരിക്കാം അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? അമ്മയ്ക്ക് ചിലപ്പോൾ സയൻസ് അറിഞ്ഞിട്ടാവണം എന്നില്ല അല്ലേ. എന്താണ് വിചാരിച്ചിട്ടുണ്ടാവുക അമ്മ? അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പെട്ടെന്ന് ആ ചൂട് മാറ്റാനായിട്ട് നമുക്ക് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ സാധിക്കും. എന്ന് വെച്ചാൽ മറ്റുള്ള വസ്തുക്കളിൽ നിന്ന് ചൂടിനെ ആഗിരണം ചെയ്യാനുള്ള, താപത്തിനെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് എന്തിനുണ്ട്? വെള്ളത്തിനുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ചൂട് കൂടുതൽ സ്വീകരിക്കാനുള്ള കഴിവ് വാട്ടറിനാണോ ഓയിൽ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിലിനാണോ എന്ന് കാണിക്കുന്ന ഒരു പരീക്ഷണമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈക്വൽ എമൗണ്ട് വാട്ടറും ഓയിലും നമ്മൾ ഒരേ അളവിൽ തന്നെ ഹീറ്റ് കൊടുത്തുകൊണ്ട് ചൂടാക്കുക. അങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ ആദ്യം തിളയ്ക്കുക എണ്ണയായിരിക്കും. കാരണം എണ്ണയ്ക്ക് അധികം ചൂടിനെ പിടിച്ചു നിർത്താനുള്ള കഴിവില്ല. പക്ഷെ വെള്ളത്തിന് ആ ചൂടിനെ മുഴുവനും അബ്സോർബ് ചെയ്ത് അതിൽ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഉണ്ട്. അപ്പം അതാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ ഹാസ് ദ എബിലിറ്റി ടു ഹോൾഡ് മോർ ഹീറ്റ് അല്ലേ. ആ കൂടുതൽ താപം എന്താ പറയുക, ഉൾക്കൊള്ളാനുള്ള കഴിവ് കമ്പയർഡ് ടു അതർ സബ്സ്റ്റൻസസ്. മറ്റ് പദാർത്ഥങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇവയ്ക്ക് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രയോജനപ്പെടുത്തുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. എന്തുകൊണ്ടാണ് കൂടുതൽ ഹീറ്റ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് വാട്ടറിനെ ഉപയോഗപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. വാഹന എഞ്ചിനുള്ളിലെ താപം നിയന്ത്രിക്കാനായിട്ട് റേഡിയേറ്ററുകളിലെ ജലം ഉപയോഗിക്കും. അപ്പോൾ റേഡിയേറ്റേഴ്സിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ എഞ്ചിനിലുണ്ടാകുന്ന
കൂടുതൽ ചൂടിനെ അത് വലിച്ചെടുക്കും, ഈ താപം വലിച്ചെടുക്കും, അല്ല വാട്ടർ വലിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ആ എൻജിൻ്റെ ചൂട് കുറയും. അപ്പോൾ എൻജിൻ കാര്യക്ഷമമായിട്ട് തന്നെ വർക്ക് ചെയ്യും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചായ ഒക്കെ തണുപ്പിക്കാനൊക്കെ ആയിട്ട് അല്ലേ, ചൂടായ വസ്തുക്കൾ തണുപ്പിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഭൂമിയിൽ എന്താണ്, 2/3 ജലമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ താപനില കൺട്രോൾ ചെയ്യാനായിട്ടും നമ്മൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് ജലത്തിൻ്റെ ഘനീഭവിക്കൽ അഥവാ ഫ്രീസിങ് ഓഫ് വാട്ടർ. ഫ്രീസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഐസ് എല്ലാവരും കണ്ടുള്ളതാണ് അല്ലേ. ഐസ് ഫ്രീസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ലിക്വിഡിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് ഒരു മാറ്റം. ഫ്രീസ് ചെയ്യാൻ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യാറ്? കുറയ്ക്കുന്നു അല്ലേ, ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ ഫ്രീസിങ് പോയിൻ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നതാണ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. അപ്പോൾ ഐസാകുന്ന താപനില, അപ്പോൾ ഫ്രീസാവുന്ന ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഫ്രീസിങ് പോയിൻ്റ് അഥവാ ഖരാങ്കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായിട്ട് മാറുന്ന താപനില എന്ന് വെച്ചാൽ ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്ക് മാറുന്ന ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീസിങ് പോയിൻ്റ് അഥവാ ഖരാങ്കം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീസിങ് പോയിൻ്റ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഒരു ഐസ് തിരിച്ച് വെള്ളമാവും അല്ലേ, ഐസ് തിരിച്ച് വാട്ടർ ആകുന്ന ആ ഒരു പോയിൻ്റ്. അപ്പോൾ ഐസിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് ഈസ് ഓൾസോ വിൽ ബി 0 ആണ്. കാരണം 0 കഴിഞ്ഞാൽ പിന്നെ അതെന്തായി മാറി? പിന്നെ അത് വെള്ളമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇനി സോളിഡ് ആയിക്കഴിഞ്ഞാൽ സാധാരണ എന്താ പറയുക, നമ്മൾ അതിൻ്റെ വോള്യം ഡിക്രീസ് ചെയ്യും അല്ലേ, സാധാരണ അങ്ങനെയാണ്. ഏതൊന്നും സോളിഡ് ആയി കഴിയുമ്പോൾ അതിൻ്റെ വോള്യം എന്ന് പറയുന്നത് കുറയുകയാണ് പതിവ്. പക്ഷേ ഇവിടെ വാട്ടറിനെ സംബന്ധിച്ച് അത് ഓപ്പോസിറ്റാണ്. എപ്പോഴാണോ അത് ഫ്രീസ് ആവുന്നത് അതിൻ്റെ വോള്യം ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു കുപ്പിയിൽ വെള്ളം ഫ്രീസറിനകത്ത് വെക്കുകയാണെങ്കിൽ ഒരിക്കലും ഫുള്ളായിട്ട് നിറച്ചിട്ട് വെക്കാൻ പാടില്ല. കുപ്പി ഫുള്ള് നിറച്ചിട്ട് ഫ്രീസറിനകത്ത് വെക്കരുത്. കാരണം ഫുള്ളായിട്ട് നിറച്ച് ഫ്രീസറിന് മൂടിയൊക്കെ വെച്ച് ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എക്സ്പാൻഡ് ചെയ്യാൻ സമയമില്ല. കാരണം ഇത് വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ കുപ്പി അടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ പ്രഷർ വെച്ച് അത് പൊട്ടാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ചില്ലുകുപ്പികളാണ് നമ്മൾ വെക്കുന്നത് എങ്കിൽ ഒരു 1/4 ഭാഗം മാത്രം വെള്ളം നിറച്ചതിന് ശേഷമേ ഫ്രീസറിൽ വെക്കാൻ പാടുള്ളൂ. അല്ല എങ്കിൽ അത് അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് അത് എന്തുണ്ടായിരിക്കും? പൊട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി പ്ലാസ്റ്റിക് കുപ്പിയാണ് വെക്കണമെങ്കിലോ അതിൻ്റെ ഷേപ്പൊക്കെ മാറി വേറെ ഷേപ്പൊക്കെ ആയിട്ട് മാറും അല്ലേ. അപ്പോൾ വോള്യം ഇൻക്രീസ് ചെയ്യുന്ന ഫ്രീസ് ചെയ്യുമ്പോൾ എന്നുവെച്ചാൽ ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വോള്യം ഇൻക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഐസിൻ്റെ വോള്യം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. വോള്യം ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ വേറൊരു സാധനം കുറയും. ആരാണ് കുറയുന്നത്? ഡെൻസിറ്റി അല്ലേ. അപ്പോൾ വോള്യം ഇൻക്രീസ് ചെയ്യുന്നു, ഡെൻസിറ്റി കുറയുന്നു. ഇപ്പോൾ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അതിലൊരു ഐസ് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഐസ് പൊങ്ങിക്കിടക്കും, താന്ന് കിടക്കും? പൊങ്ങിക്കിടക്കും അല്ലേ. ഗ്ലാസ്സിലൊരു കോയിൻ ഇട്ട് കഴിഞ്ഞാലോ കോയിൻ താഴെ പൊക്കും, അങ്ങനെയാണ് പതിവ് അല്ലേ. പക്ഷേ ഇവിടെ വാട്ടറിന് ഫ്രീസിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വോള്യം ഇൻക്രീസ് ചെയ്യുകയും ഡെൻസിറ്റി കുറയുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെൻസിറ്റി കുറവുള്ളത് കൊണ്ടാണ് ഗ്ലാസ്സിൽ ഐസ് പൊങ്ങിക്കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് വേറൊരു ചോദ്യം ചോദിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഐസ് എന്തുകൊണ്ടാണ് പൊങ്ങിക്കിടക്കാൻ കാരണം? അതിൻ്റെ വോള്യം ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് അതിൻ്റെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഡെൻസിറ്റി സാന്ദ്രത കുറവായതുകൊണ്ടാണ് ഐസ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ടൈറ്റാനിക് സിനിമയിൽ ഐസ്ബർഗിൽ തട്ടിയിട്ടാണ്, ഒരു മഞ്ഞുമലയിൽ തട്ടിയിട്ടാണ് നമ്മളുടെ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ മുങ്ങാനായിട്ട് കാരണമായത്. ദൂരേന്ന് നോക്കുമ്പോൾ നമുക്ക് ചെറിയതായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ 1/4 ഭാഗവും വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും. 1/4 ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ മുകളിലുണ്ടാവുക. ഓക്കെ, അങ്ങനെ ഇനി ഐസ് ആകുമ്പോൾ എന്താ പറയുക, എക്സ്പാൻഡ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത് പൊങ്ങിക്കിടക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആർട്ടിക് ഓഷ്യൻസ് ഒക്കെ ഉണ്ട് അല്ലേ, അവിടെയൊക്കെ എപ്പോഴും മഞ്ഞ് നിറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊന്നും
ജീവജാലങ്ങളില്ലേ എന്ന് നമുക്ക് തോന്നാം അല്ലേ. അപ്പോൾ ഈ തണുത്തുറഞ്ഞ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലുണ്ട്, ചില സീസണിൽ ഐസാവുകയും അത് കഴിഞ്ഞാൽ വീണ്ടും വെള്ളമായിട്ട് മാറുകയും ചെയ്യുന്ന സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ട്, സമുദ്രങ്ങളിലൊക്കെ ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾ കാണാനെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ചെറിയ കുട്ടികളായ കാരണം ടോം ആൻഡ് ജെറി ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ടോം ആൻഡ് ജെറിയിൽ ഇതുപോലെ ഒരു സീരീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ്, നമ്മുടെ ടോം ഇങ്ങനെ പോവാണ്, മഞ്ഞ് മലയിൽ വിശക്കണ്. അപ്പോൾ എന്ത് ചെയ്യും, മഞ്ഞിനെ അങ്ങ് തുരന്നിട്ട് മഞ്ഞെടുത്ത് മാറ്റിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, മീനുകളൊക്കെ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ ആ മീനിനെ പിടിച്ച് കഴിച്ച് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആ മഞ്ഞാണ് നമ്മൾ മുകളിൽ കാണുന്നത് എങ്കിലും അതിൻ്റെ അടിഭാഗത്ത് എന്തുണ്ടായിരിക്കും, വെള്ളമായിട്ട് തന്നെ ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ അതവിടെ ഉണ്ടായിരിക്കും. അവിടെ ജീവജാലങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഇതാവുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റിനകത്ത് തന്നെ നല്ല ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്, കൂളാവുന്ന സമയത്ത് ഡെൻസിറ്റി കൂടിയിട്ട് ഡെൻസിറ്റി കൂടുമ്പോൾ തണുത്ത വെള്ളം എവിടേക്ക് പോകും, താഴത്തേക്ക് പോകും. ഡെൻസിറ്റി കുറവുള്ളത് മുകളിലേക്ക് പോകും. അങ്ങനെ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ഒരു പ്രോസസ്സ് നടക്കും. 4 ഡിഗ്രിക്ക് ശേഷമാകുമ്പോൾ അതെന്തായി, പിന്നെ ഐസിലേക്കുള്ള മാറ്റങ്ങളാണ്. അപ്പം ഐസ് ആവുന്നതിനനുസരിച്ച് അതിൻ്റെ ഡെൻസിറ്റി കുറയുന്നു. ഡെൻസിറ്റി കുറയുമ്പോൾ അത് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ആ ഐസിൻ്റെ താഴെയുള്ള ഭാഗത്ത് അപ്പോഴും എന്തുണ്ടായിരിക്കും, വെള്ളം തന്നെ ഉണ്ടായിരിക്കും. വെള്ളം ഉണ്ടാവുകയും അവിടെ ജീവികൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.